ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം, അതായത് ആക്റ്റീവായിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 10-21 വർഷമായിരിക്കും ആയിട്ടുണ്ടാവണം. 2004 എൻ്റെ കയ്യിൽ ഒരു ചെറിയ ഫോണുണ്ട്. അപ്പോൾ എന്തായാലും ആക്റ്റീവായിട്ട് നമ്മളിപ്പോൾ ഒരു 21 വർഷമായി. 21 വർഷം പല ഫോണുകൾ, പല കമ്പനികൾ, പല OSകൾ, പല ഫോണുകളൊന്നുമില്ല. ചില ഫോണുകളെല്ലാം ഇപ്പോൾ നശിച്ചുപോയി. ബ്ലാക്ക്ബെറി, നോക്കിയ, HTC ഇതെല്ലാം പോയി. സ്മാർട്ട് ഫോണിലൊന്നും അവർക്കാർക്കും വലിയ റോളൊന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇതുവരെ ഇറങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസിക്കലായ കുറച്ച് ഫോണുകൾ കാണിച്ചു തരാം. എൻ്റെ അഭിപ്രായത്തിൽ ഐഫോണിലെ ഏറ്റവും അടിപൊളി ആയി തോന്നി, അതായത് ഒരു ഫോണ്, ഇപ്പോൾ ഇത് ഐഫോൺ 6s ആണ്. ഇത് കുറച്ചെല്ലാം കേടുവന്നുണ്ട്, പക്ഷെ ഇതിന് നല്ല പീസ് ഉണ്ട് വേറെ. ഈ ഐഫോണുകളിൽ സ്റ്റിൽ എനിക്ക് നമ്മൾ ഈ ഫോൺ ഇറങ്ങുന്ന സമയത്ത് ഇത്രയും സ്ലിമ്മായ വേറെ ഫോണില്ല. ശരിക്ക് ഇത്രയും കൺവീനിയൻ്റായി പിടിക്കാൻ പറ്റിയ, മറ്റേതെല്ലാം ബൾക്കായ ഫോണുകൾ അല്ലെങ്കിൽ വളരെ ചെറിയ ഫോണുകൾ അല്ലെങ്കിൽ വളരെ വലിയ ഫോണുകൾ, ഇതിൻ്റെ നടുവിലുള്ള ഫോണുകളില്ല. അപ്പോൾ ശരിക്കും ഇതൊരു റെവല്യൂഷൻ ഫോണായിരുന്നു ഐഫോൺ 6s. പിന്നെ ഇത്രയും വലിയ സ്ക്രീൻ അതൊരു വലിയ പോയിൻ്റാണ്, ഇത്രയും വലിയ സ്ക്രീൻ. കാരണം ഇതിൻ്റെ മുന്നത്തെ ഫോണ് ഐഫോൺ 5s ആണ്. 5Sഉം സത്യം പറഞ്ഞാൽ ഒരു ക്ലാസിക് ഫോണാണ്, അടിപൊളി ഫോണാണ് 5S കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. 6സും ഏകദേശം ഒരേ പിന്നെ ഫോം ഫാക്ടറാണ്. ചെറിയ വ്യത്യാസം, ക്യാമറയിലൊന്നും വ്യത്യാസമില്ല. ഇത് എൻ്റെ ഐഫോണിലെ ഏറ്റവും ഫേവറേറ്റ് ഫോണാണിത് ആക്ച്വലി. പിന്നെ അതിനടുത്ത് നിൽക്കുന്നൊരു ഫോം ഫാക്ടറാണിത്, ഐഫോൺ 5Sൻ്റെ അതേ സെറ്റപ്പാണ്, ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ഐഫോൺ SE ആണ്. ഐഫോൺ 5Sഉം SEയും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ, പക്ഷേ ഈ ഫോണും ഒരു റെവല്യൂഷനായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഐഫോൺ 4S കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അത് കുറച്ച് വെയിറ്റ് അധികമാണ്. പിന്നെ അതിൻ്റെ ബാറ്ററി, പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ശരിക്ക് ഇത് നല്ലൊരു റെവല്യൂഷനൈസ്ഡ് സംഭവമാണ് ഇത് ശരിക്കും ഈ സീരീസിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓരോ ഐഫോണിനും പ്രതീക്ഷിച്ചിരുന്നു നല്ല മാറ്റം ഉണ്ടായിരുന്നു, ഫിസിക്കലി മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ക്യാമറയ്ക്ക് ഇത്ര വലിയൊരു ഹൈപ്പ് ഇല്ല.